ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കാൻ രംഗത്തിറങ്ങിയിട്ടുണ്ട്. സതീശന്റെ കൂട്ടായി സുരേന്ദ്രനുമുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത. അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ ഗുരുതരമായിട്ടുള്ള പല ആരോപണങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ കേസെടുക്കാൻ തയ്യാറാകുന്നില്ല എന്ന ഒരു ചോദ്യം പലർക്കും തോന്നിയേക്കാം. ഒപ്പം പ്രതിപക്ഷവുമൊക്കെ ഈ വിഷയം ആളിക്കത്തിക്കാൻ വേണ്ടി സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാനും ഒക്കെ ശ്രമം നടത്തുന്നുണ്ട്. ഈ അവസരത്തിൽ നമുക്ക് ഇതിന്റെ വസ്തുതകൾ ഒന്ന് പരിശോധിക്കാം. ഇരകളോടൊപ്പമാണോ വേട്ടക്കാരുടെ ഒപ്പമാണോ സർക്കാർ? സർക്കാർ വേട്ടക്കാരുടെ ഒപ്പമാണ്. ആരുടെ സ്വകാര്യത കളയുമെന്നാണ്? ഇരകളുടെ സ്വകാര്യത കളയണ്ട. സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് വേട്ടക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കമ്മിറ്റിക്ക് ഒരു ജുഡീഷ്യൽ സ്വഭാവമില്ല എന്നുള്ളതാണ്. അത് തെളിയിക്കുന്നതാണ് ഈ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ആമുഖത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ. എന്താണ് പറയുന്നത്? അതായത് ഇന്ത്യയിൽ ആദ്യമായി ചലച്ചിത്ര രംഗത്ത്, അതായത് വനിതാ ചലച്ചിത്ര താരങ്ങൾ നേരിടുന്ന അനീതിയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു റിപ്പോർട്ടാണ് ഇതെന്ന് പറയുന്നുണ്ട്. അതായത് അതിലുടനീളം കാണാൻ സാധിക്കുന്നത്, അതായത് ഈ മേഖലയിൽ, അതായത് ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല അനീതികളുമൊക്കെ തന്നെയാണ്. വളരെ ഞെട്ടിക്കുന്ന ചില വസ്തുതകളുമാണ് താനും. എന്നാൽ ഇത് ഒരു പരാതിയായിട്ടല്ല അവർ അതിൽ കൊടുത്തിരിക്കുന്നത്, ഒരു മൊഴിയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് തുടക്കം മുതൽ തന്നെ സംസ്ഥാന സർക്കാരാണ് ഇങ്ങനെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി ജസ്റ്റിസ് ഹേമയെ ചുമതലപ്പെടുത്തുന്നത്. അന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലരുടെ അടുത്തു പോയും അവരുടെ ദുരനുഭവങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ പലരും വിട്ടു നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കാരണം എല്ലാവർക്കും പേടിയായിരുന്നു, ഭയമായിരുന്നു. സൈബർ ബുള്ളിംഗ് അടക്കം നേരിടേണ്ടി വരുമോ എന്ന് ഭയന്ന് പലരും മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. ഡാൻസേഴ്സിൻ്റെ അടുത്ത്, ജൂനിയർ ആർട്ടിസ്റ്റുമാരുടെ അടുത്ത്, പല നടന്മാരുടെ അടുത്ത്, നടിമാരുടെ അടുത്തൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടായി. എല്ലാവരും മാറി നിൽക്കുന്ന സാഹചര്യമായിരുന്നു. പിന്നീട് ഇവരുടെ സ്വകാര്യത സംരക്ഷിക്കും എന്ന ഉറപ്പ് നൽകിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇരകളൊക്കെ ഇത്തരത്തിൽ അവർ നേരിട്ടിട്ടുള്ള ദുരനുഭവങ്ങളെക്കുറിച്ച്, അനീതികളെക്കുറിച്ചൊക്കെ തുറന്നു പറയാൻ തയ്യാറായത്. അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോടുള്ള, അല്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റിയോടുള്ള അവരുടെ ഒരു വിശ്വാസം കൊണ്ടാണ് അവരിതൊക്കെ തുറന്നു പറഞ്ഞത്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഹേമ എന്ത് ചെയ്തു? ഹേമ മുഖ്യമന്ത്രിക്ക് ഒരു കത്തയക്കുന്നുണ്ട് 2020. അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് പുറത്തുവിടരുത്, അതായത് അതിലെ ഒരുപാട് പേരുടെ സ്വകാര്യത ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഒപ്പം ഇത് തങ്ങളോടുള്ള ഒരു വിശ്വാസം കൊണ്ട് പറഞ്ഞ വിഷയമാണ്. മാത്രവുമല്ല, ഇതിലേതെങ്കിലും ഒരു വിഷയം അടർത്തിയെടുത്ത് ആർക്കെതിരെയും ഒരു കേസെടുക്കരുത്, അതിനുവേണ്ടി ശുപാർശ ചെയ്യുന്നില്ല ഈ കമ്മിറ്റി എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതൊരു പഠന വിഷയമാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതൊരു മൊത്തത്തിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് മാത്രമാണ്. ഇതിലൊരു ജുഡീഷ്യൽ സ്വഭാവമില്ല എന്ന് ഹേമ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരമാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുന്നത്. ജസ്റ്റിസ് ഹേമ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, ഞങ്ങൾ ഇവർക്ക് നൽകിയൊരു ഉറപ്പുണ്ട്. ആ ഉറപ്പ് ഇത് സ്വകാര്യമായി സൂക്ഷിക്കുമെന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ മുന്നിൽ തെളിവ് നൽകുന്നത്, അല്ലെങ്കിൽ വർത്തമാനം പറയുന്നത്. അതിൻ്റെ ഭാഗമായി ആ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ നിഷേധിക്കുകയല്ല. അതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ. ആ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞവർ ഒരു പരാതിയായി ഉന്നയിച്ചാൽ അതിൽ ഫലപ്രദമായ നടപടി ഉണ്ടാവും. ഇത് ഞങ്ങൾ കൊടുത്ത ഉറപ്പിൻ്റെ മേലെ ഞങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ്. ഇതിൻ്റെ മേലെ മറ്റൊരു നടപടി ഇത് പരസ്യപ്പെടുത്താൻ പാടില്ല എന്ന് ജസ്റ്റിസ് ഹേമ തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഞാനിവിടെ പറഞ്ഞത്, ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുള്ളവരാരെങ്കിലും ഉന്നയിക്കാൻ തയ്യാറായാൽ ഉചിതമായ നടപടി സർക്കാർ സ്വീകരിക്കും. ഒരു സംശയ കാര്യത്തിൽ വേണ്ടതില്ല. 4 വർഷം ഇത് പൂർത്തിവെച്ചു എന്നാണ് പ്രതിപക്ഷ നേതാവൊക്കെ ഇതിനു മുന്നിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. എവിടെയും ഇത് പൂർത്തിവെക്കപ്പെട്ടിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, ഇത്തരത്തിൽ വളരെ ഗുരുതര സ്വഭാവമുള്ള ഒരു റിപ്പോർട്ട് ഗവൺമെന്റ് പുറത്തുവിടാൻ കാണിച്ച ആ ആർജവത്തിന് ഒരു വലിയ ബിഗ് സല്യൂട്ട് കൊടുക്കാതെ വയ്യ. കാരണം ഒരു സർക്കാരും ഒരുപക്ഷെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കയ്യിൽ കിട്ടിയാൽ പുറത്തുവിടാൻ ഒരു സാധ്യമില്ല. കാരണം പ്രത്യേകിച്ച് അത് വലിയ രീതിയിൽ തന്നെ സർക്കാരിന് തന്നെ വലിയ ദോഷമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ പൊതുവെ സർക്കാർ ഇത് കണ്ടമട്ട് നടിക്കാത്ത സാഹചര്യമാണ് പലപ്പോഴും പല സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു സർക്കാർ ഇങ്ങനൊരു അന്വേഷണം നടത്താൻ പറയുന്നു. അന്വേഷണം നടത്തിയ ശേഷം ആ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നു. ആ പുറത്തുവിട്ട റിപ്പോർട്ടിൽ എന്തുകൊണ്ട് ആരുടെയും പേര് പ്രതിപാദിക്കുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ടാണ്. ഇതൊക്കെ ഒപ്പമാണ് സർക്കാർ എന്നത് തന്നെ ഇവിടെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും എന്നത് പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ വ്യക്തമായിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ, അതായത് ഉടനീളം ഇതിൽ ഒരുപാട് ക്രൈം നമുക്ക് കാണാൻ സാധിക്കും.
അപ്പോൾ വേണമെങ്കിൽ ഗവൺമെന്റിനെ സംബന്ധിച്ച് കോടതിയെ സമീപിച്ച് ഇങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, റിപ്പോർട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്ത് നടപടി സ്വീകരിക്കാം എന്നതിനെക്കുറിച്ച് വേണമെങ്കിൽ ഒന്ന് ആരായാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പ്രാഥമിക അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ കഴിയും എന്നതിനപ്പുറത്തേക്ക് വേറെ ഒന്നും തന്നെ ഗവൺമെന്റിന് പൊതുവെ ചെയ്യാൻ കഴിയില്ല. കാരണം ആരെങ്കിലും ഈ മൊഴി നൽകിയതുപോലെ തന്നെ ഒരു പരാതി നൽകിയാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയൂ. കാരണം ഒരാൾ പരാതിക്കാരുണ്ടെങ്കിൽ മാത്രമേ ഏത് കേസുമായി മുന്നോട്ട് പോകാൻ പറ്റൂവെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ഈ മൊഴി നൽകിയ ആരെങ്കിലും പരാതിയുമായി രംഗത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ സർക്കാർ അവർക്കൊപ്പം ഉണ്ടാകും, എത്ര വലിയ ഉന്നതരാണെങ്കിലും അവരെ പൂട്ടും എന്ന് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പറയുന്ന സാഹചര്യം ഉണ്ടായി. പിന്നെ ഈ 4 വർഷത്തിനിടയിൽ നമുക്കറിയാമല്ലോ, ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ട് 4 വർഷമായി എന്ന് പറയുമ്പോൾ ഈ 4 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഈ മൊഴി നൽകിയ ആരും തന്നെ രംഗത്തേക്ക് വന്നിട്ടില്ല എന്നതിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് അവർക്ക് ഇപ്പോഴും ഭയമാണ്. അപ്പോഴും അവർക്ക് ഊർജ്ജം നൽകാൻ വേണ്ടി സംസ്ഥാന സർക്കാർ പറയുന്നു, അതായത് നിങ്ങൾ ധൈര്യമായി രംഗത്തേക്ക് വരൂ, നിങ്ങൾ രംഗത്തേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ കേസെടുത്ത് അന്വേഷണം നടത്തും. അതുപോലെ തന്നെ അത്തരത്തിൽ ആരെങ്കിലും ലൈംഗിക ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ആരെങ്കിലും ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പൂട്ടും എന്ന് തന്നെ സർക്കാർ പറയുകയാണ്. അപ്പോൾ അതിനൊക്കെ കൈയടിക്കേണ്ട സാഹചര്യത്തിൽ അതിനെയൊക്കെ ബടക്കാക്കിക്കൊണ്ട് മറ്റൊരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അതിനെ ഉപയോഗപ്പെടുത്തുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും അതുപോലെ തന്നെ സുരേന്ദ്രനെയും ഒക്കെ ഏത് കൂട്ടത്തിൽ കൂട്ടണമെന്ന് ഞാൻ പറയുന്നില്ല. സർക്കാർ എന്താണ് ഇവിടെ ചെയ്യുന്നത്? അതായത് ഈ 52ഓളം ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന, അതായത് ആ ഇരകളുടെ ഒരു സ്വകാര്യതയെ ബാധിക്കുന്ന ആ ഒരു വിഷയത്തിൽ അവരെ എന്താ പറയുക, അവരെ സേഫാക്കാൻ ശ്രമം നടത്തുകയാണ്. ഒപ്പം വേട്ടക്കാരെ പിടികൂടാനുള്ള ശ്രമവും ഇവിടെ നടത്തുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഈ പറയുന്നത്, അതായത് പരാതിയുമായി രംഗത്തേക്ക് വരാൻ പറയുന്നത്. മാത്രവുമല്ല, ജസ്റ്റിസ് ഹേമ ഇങ്ങനൊരു കാര്യം പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക്, അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതൊന്നും പുറത്തുവിടരുത്, കേസെടുക്കരുതെന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് വളരെ വിശ്വാസത്തോടെ സർക്കാരിൻ്റെ കയ്യിൽ ഇങ്ങനൊരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്ന സ്ഥിതിക്ക് സ്വാഭാവികമായും സർക്കാരിനും ചില പ്രതിബദ്ധതകളുണ്ട്. എന്നുവെച്ച് അത് ഇതിൽ നിന്ന് ഒളിച്ചോടലല്ല. പക്ഷേ ഈ വിഷയത്തിൽ എന്തായാലും ഇത്തരത്തിൽ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിരിക്കുന്ന ആളുകൾക്കെതിരെ കേസെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ മൊഴി കൊടുക്കാൻ കാണിച്ച ആർജവും ഇത്തരത്തിൽ രംഗത്തേക്ക് വന്ന നടിമാർ കാണിക്കേണ്ടതുണ്ട്. അവർ പരാതിയായി തന്നെ രംഗത്തേക്ക് വരേണ്ടതുണ്ട്. നമുക്കറിയാമല്ലോ, ഇതിനു മുമ്പുമൊക്കെ ഒരു നടിയെ ആക്രമിക്കാൻ ശ്രമം നടത്തിയ ഒരു ജനപ്രിയ നായകനെയൊക്കെ പൂട്ടിയ ചരിത്രം ഈ സർക്കാരിനുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കേണ്ടതില്ല. നിങ്ങൾ മുഖ്യധാരയിലേക്ക് വരേണ്ട ആളുകളാണ്. നിങ്ങൾ മുഖ്യധാരയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കൂട്ടായി ഈ സർക്കാർ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അമ്മയുടെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടു. അതായത് ആ റിപ്പോർട്ട് പഠിച്ച ശേഷം ഉത്തരം പറയാം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് ഇപ്പോൾ അമ്മ നടത്തിയ ഒരു പരിപാടി ഉണ്ടല്ലോ, ആ റിഹേഴ്സലിനാണെന്നൊക്കെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറയുന്ന കാഴ്ച കണ്ടു. ഒപ്പം നമ്മുടെ സൂപ്പർ താരങ്ങളെന്ന് ഒക്കെ പറയുന്ന നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയൊന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണവും രേഖപ്പെടുത്താത്തതൊക്കെ തീർത്തും നമുക്കൊക്കെ നിരാശ നൽകുന്ന ഒന്നാണ്. അതായത് ഇത്തരത്തിൽ ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നുവെന്ന് പൊതുസമൂഹം അറിയുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള, യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാനുള്ള ബാധ്യത ഇവർക്കെല്ലാം ഉണ്ട്. ഇവരൊക്കെ സിനിമയിലെ വെറും ഹീറോകൾ മാത്രമാണ്, അതിനപ്പുറത്തേക്ക് ജീവിതത്തിൽ ഇവർ വെറും സീറോയാണ് എന്ന് തെളിയിക്കുന്ന കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയധികം കൊടിയ യാതനകൾ സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന നടിമാർക്ക് നേരിടേണ്ടി വരുന്നു, ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് നേരിടേണ്ടി വരുന്നു എന്നൊക്കെ കേൾക്കുമ്പോഴും അതിനെതിരെ ഇതുവരെ നമ്മുടെ പ്രധാനപ്പെട്ട താരങ്ങൾക്ക് ശബ്ദമുയർത്താൻ പോലും കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എന്ത് പരാജയമാണോ നിങ്ങളൊക്കെ എന്നുകൂടി പറയാതെ വയ്യ. ഒപ്പം സാംസ്കാരിക വകുപ്പ് മന്ത്രി ഈ റിപ്പോർട്ട് വായിച്ചിട്ടില്ല എന്ന പ്രതികരണം മാധ്യമങ്ങളിലൂടെ രേഖപ്പെടുത്തിയപ്പോൾ സത്യത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം കണ്ട് നാണം വന്നുപോയി എന്ന് പറയാതെ വയ്യ. കാരണം അങ്ങയുടെ വകുപ്പിന് കീഴിൽ നടക്കുന്ന ഇത്തരം ഗുരുതരമായൊരു വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ റിപ്പോർട്ട് വായിച്ചിട്ടില്ല എന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയാൻ കാണിച്ച തൊലിക്കെട്ടി സമ്മതിച്ചു തന്നിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. അത് തീർത്തും മോശമായ, തീർത്തും തെറ്റായ, തീർത്തും എന്താ പറയുക, നിരാശാജനകമായ ഒരു പ്രതികരണമായി പോയി എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു അന്വേഷണം നടത്തണമെങ്കിൽ, അതായത് പരാതിക്കാർ രംഗത്തേക്ക് വന്നേ മതിയാകൂ. പരാതിക്കാർ രംഗത്തേക്ക് വരേണ്ടതാണ്. വന്നു കഴിഞ്ഞാൽ സർക്കാർ അവരെ സംരക്ഷിക്കും എന്ന കാര്യം കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.